അസ്സാം വലൈക്കും, വെൽക്കം ടു മീമാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സോയാബീൻ ബിരിയാണി ആട്ടോ. അതിന് വേണ്ടിയിട്ട് അതൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചിക്കൻ ഫ്രൈ മസാലയും അതുപോലെ തന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവറും മരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടതാണ് നാരങ്ങ നീരും ചേർത്ത് കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ആക്കുക. ഇത് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനിലോട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ എന്താ പറയുക, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത്രയും ടേസ്റ്റും കൂടി മസാലയും പിടിക്കും നമ്മുടെ സോയാബീൻസിലൊക്കെ. പക്ഷെ എൻ്റെ കയ്യിലൂടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മസാല വരട്ടെ അപ്പോൾ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ക്രിസ്പി ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ചോറുണ്ടാക്കാനായിട്ട് നമ്മൾ അതൊരു പാത്രം എടുക്കുക. അതിലോട്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവള ചേർക്കുക. സവള ഒന്ന് ചെറുതായി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ പുതിനയും ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർക്കാൻ. എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ട് ഈ തക്കാളി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഗരം മസാല ചേർക്കുക. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കുക. നമുക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കാം. ഞാൻ അതുകൊണ്ട് ഇവിടെ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം പോയി വരും, അത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ നമ്മൾ നാരങ്ങനീര് പിഴിയണം. അതുപോലെ തന്നെ തൈര് ഒഴിക്കണം കേട്ടോ. എൻ്റെ ഇതിലൂടെ തൈര് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തൈരൂടെ സ്കിപ്പ് ചെയ്തിട്ട് നാരങ്ങ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കാം. പിന്നെ നമ്മൾ ഈ തക്കാളി നമ്മൾ പീസ് ആക്കിയല്ലോ, അതിൻ്റെ മിക്സിൻ്റെ ജാതി കഴിവ് വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അരി വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ അരിയും കൂടി കൊട്ടിയിട്ട് നല്ലോണം ഇളക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു വെള്ളവും അതുപോലെ തന്നെ അരിയും തമ്മിലൊരു ഈക്വൽ കൺസിസ്റ്റൻസി ആണ്. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് നെയ്യും കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിന ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് ഫൈനൽ പരിപാടി ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളിത് ദമ്മിലിടാണ് ചെയ്യേണ്ടത്. ഒരു 15 മിനിറ്റ് ഇങ്ങനെ സിമ്മിൽ ഇരിക്കണം കേട്ടോ. സോ 15 മിനിറ്റിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. സോ നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ്, ശരിക്കും നമ്മുടെ ബിരിയാണിക്ക് അതേ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സോ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ കോമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.